ഹലോ എവരി വൺ, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 189 ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ഈസ് 4 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു സർക്കിള്. അപ്പോൾ ആ സർക്കിളിൻ്റെ ഞാൻ റഫായിട്ട് ഇവിടെ സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെ എന്ന് വിചാരിക്കാം. ഈ ഇതിൻ്റെ എന്താണ് ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട്. എപ്പോഴാണ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ആകുമ്പോൾ. അപ്പോൾ സെൻട്രൽ ആംഗിൾ 25 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കത് എങ്ങനെ വരയ്ക്കാം? ഇത് 25 ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആർക്ക് ലെങ്ത്, അതായത് ഈ ലെങ്ത് എത്ര നിൽക്കുന്നത്? 4 സെൻറ്റിമീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഇൻ ദി സർക്കിൾ. ഈ സർക്കിളിൽ തന്നെ ഇപ്പൊ 25 അല്ലേ ഇതിന്റെ സെൻട്രൽ ആംഗിൾ, ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ. ഇനി ഈ ചാപത്തിന്റെ കേന്ദ്രകോൺ അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ നമ്മൾ 75 ആക്കി മാറ്റുകയാണ്. അപ്പൊ ഈ 25 50 ഏകദേശം ഒരു ഇതാ ഇങ്ങനെ വരുന്നത് വിചാരിക്കാം. കൃത്യമൊന്നും അല്ല കേട്ടോ, അളവൊന്നും കൃത്യമല്ല, ഒരു റഫായിട്ട് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടല് ഇത് മാത്രം 25, ഇവിടെ ഇത്രയുള്ളത് എത്രയാണ്? 75 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഇൻ ദി സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ആർക്ക് ലെങ്ത് എത്രയാണ്? ആർക്ക് ലെങ്ത് പറഞ്ഞാൽ ഇവിടെ ഈ ഇത്രയും ലെങ്ത് നമുക്ക് ഇത് മാത്രം 4 വന്നിട്ടുണ്ട്. ഇതും കൂടിയൊക്കെ കൂട്ടുമ്പോൾ എത്രയാണ് നമുക്ക് ആർക്ക് ലെങ്ത് എന്നാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മുടെ കേസിൽ നമുക്ക് എക്സ് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ആംഗിൾ കേട്ടോ. എക്സ് ഈക്വൽ ടു 25 ആയപ്പോൾ നമ്മൾ ആർക്ക് ലെങ്ത് എത്ര കിട്ടിയത് നമുക്ക്? 4 സെന്റിമീറ്റേഴ്സ് ആണ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 25 ആയപ്പോൾ ആർക്ക് ലെങ്ത് 4. ഇനി എക്സ് ഈക്വൽ ടു 75 ആയി, അപ്പോൾ ആർക്ക് ലെങ്ത് എത്രയെന്ന് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നോക്ക്, 25ഉം 75 തമ്മിൽ വല്ല ബന്ധമുണ്ടോ? യെസ്, 25ന്റെ 3 ഇരട്ടിയാണ്, 3 ടൈംസ് ആണ്. 3 × 25 അല്ലേ 75. അപ്പോൾ നമ്മൾ ആൻസറും ആർക്ക് ലെങ്ത് എന്തായിരിക്കും? ഇവിടെ ഈ 25നെ × 3 ചെയ്തപ്പോൾ 75 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ലെങ്ത് × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ 12 എന്ന് കിട്ടും. ആർക്ക് ലെങ്ത് 12 സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതാം? അപ്പോൾ നമുക്ക് എഴുതാം, എങ്ങനെ വരും? ആർക്ക് ലെങ്ത് വെൻ എക്സ് ഈസ് 75 ഡിഗ്രി, അതായത് ചാപത്തിന്റെ കേന്ദ്രകോൺ 75 ഡിഗ്രി ആവുമ്പോൾ അത് ഈക്വൽ ആണ്. എന്തിനോട് ഈക്വൽ ആണ്? 3 × അതായത് 3 ടൈംസ് നമ്മൾ പറഞ്ഞല്ലേ, 3 × ആർക്ക് ലെങ്ത് വെൻ എക്സ് ഈസ് 25 ഡിഗ്രി. അപ്പോൾ 25 ഡിഗ്രി ചാപത്തിന്റെ കേന്ദ്രകോൺ ആകുമ്പോൾ ഉള്ള ചാപത്തിന്റെ നീളത്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലാണ് നമുക്ക് 75 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള ആർക്ക് ലെങ്ത് കിട്ടുക. മനസ്സിലായോ? 3 × 25 നിങ്ങൾക്ക് അങ്ങനെ കണക്ഷൻ ചെയ്തിട്ടാണ് തരാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം ആർക്ക് ലെങ്ത് വെൻ എക്സ് ഈസ്, അതായത് സെൻട്രൽ ആംഗിൾ ഈസ് 25 ഡിഗ്രി ആകുമ്പോൾ എത്രയാണ്? 4 ആണ്. അപ്പോൾ 3 × ഇവിടെ ഇത് 4 ആണ്, ഈക്വൽ ടു 12 സെന്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. മനസ്സിലായോ? 3 × 4 12. നമുക്ക് വേണമെങ്കിൽ 2πr × അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 2πr × x/360 എന്ന് എഴുതാം. അപ്പോൾ റെഫേർട്ട് ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. എങ്ങനെ വരും? നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr × x/360 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എന്താണ്? 2πr × x എത്രയാണ്? 25 / 360 ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കേസിൽ 2πr എന്തായി? ഇവിടെ എന്തായി? 75 ആയി, / 360 ഈക്വൽ ടു നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷനിൽ 2πr × ഈ 75 നമുക്ക് എഴുതാം 3 × 25 / 360 ഈക്വൽ ടു എങ്ങനെ വരും? അപ്പോൾ ഈ 3നെ മാത്രം നമ്മൾ ഇവിടെ നിർത്തി ബാക്കിയെല്ലാം ഒരുമിച്ച് എഴുതി. അപ്പോൾ എന്ത് വന്നു? 2πr × 25 / 360 × 3 ഇവിടെ എഴുതണം കേട്ടോ, × 3. അപ്പോൾ ഇത്രയും ഇത് 3, പിന്നെ ഇത്രയും ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഭവം അല്ലേ, 2πr × 25 / 360. അപ്പോൾ അതിന് ഇവിടെ ഈക്വൽ ടു 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 × 4 ഈക്വൽ ടു 12 സെന്റിമീറ്റേഴ്സ്. ഇങ്ങനെ നമുക്ക് കാണാം. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൽ ഒരു രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എന്താ സബ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ഇൻ എ സർക്കിൾ
വിത്ത് റേഡിയസ് 1.5 ടൈംസ് ദി സർക്കിൾ. എന്താണ് ഇവിടെ ചെയ്തത്? ഇവിടെ ഈ സർക്കിളിന്റെ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമുക്ക് 75 ഡിഗ്രി നമുക്ക് ഒരു ആർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ആർക്ക് ഇപ്പൊ ഈ റേഡിയസ് ഉണ്ടല്ലോ, ഈ റേഡിയസ് നമ്മൾ എന്ത് ചെയ്യാം? റേഡിയസ് ഒന്നും ഇൻക്രീസ് ആയി. എത്രയാണ്? 1.5 ടൈംസ് കുറച്ചും കൂടി വലിയ സർക്കിൾ ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിന്റെ ആർക്ക് ലെങ്ത് എത്രയാണ് എന്നാ ചോദിച്ചത്. അപ്പൊ നമ്മൾ ഈ പിക്ചർ വെച്ചിട്ട് തന്നെ പറയാം. അപ്പൊ ഈ പിക്ചറിൽ നമ്മൾ ഈ ഒരു റേഡിയസ്, ഇത് റേഡിയസ് 6 ആണെന്ന് വിചാരിക്കാം. ഇനി ഇവിടെ 6 എന്താക്കി? ഇതാ എത്ര, അതായത് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചാപത്തിന്റെ നീളം, ഇവിടുത്തെ ചാപത്തിന്റെ കേന്ദ്രകോൺ 75 ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണ് ചാപത്തിന്റെ ഈ റേഡിയസ് അല്ലേ 6 എന്നുള്ള റേഡിയസ് എത്ര? 1.5 ടൈംസ് അത് കൂട്ടി, 1.5 മടങ്ങ് ഇതിന്റെ റേഡിയസ് കൂട്ടുമ്പോൾ ഇതിന്റെ ചാപത്തിന്റെ നീളത്തിന് വല്ല വ്യത്യാസം വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 6 എന്നുള്ളത് വീണ്ടും നമ്മൾ എന്തായി? 1.5 ആക്കി കുറച്ചും കൂടി ഇങ്ങോട്ട് 1.5 ഇത്രയും കൂടി കൂട്ടി റേഡിയസ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഈ സർക്കിളിന്റെ അതാ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇത്രയുമുള്ള ഈ ഒരു ചാപത്തിന്റെ നീളം ഈ ആർക്ക് ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇത് കണ്ടു, റേഡിയസ് 6 ആകുമ്പോൾ ഈ റേഡിയസ് ഇത്രയും ഉള്ളത് 1.5 ആറാന്ന് വിചാരിക്കും. ഇത്ര ആകുമ്പോൾ ഈ ഒരു ചാപത്തിന്റെ നീളം അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ ചാപത്തിന്റെ കേന്ദ്രകോൺ 75 ഡിഗ്രി അങ്ങ് തന്നിട്ടുണ്ട്. 75 ഡിഗ്രി ആവുമ്പോൾ നമുക്ക് ആർക്ക് ലെങ്ത് തൊട്ട് മുന്നിലെ ക്വസ്റ്റ്യൻ നമ്മൾ 3 ടൈംസ് ആണ് പറഞ്ഞിട്ട് നമ്മൾ 12 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആർക്ക് ലെങ്ത് നമുക്ക് അറിയാം 12 സെന്റിമീറ്റേഴ്സ് ആണെന്ന് അറിയാം. ഇനി അപ്പോൾ ഇവിടെ ആർക്ക് ലെങ്ത്തിന്റെ ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം 2πr × x/360 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷൻ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്ത് വരും? എക്സിന്റെ പകരം 75 വരും. അപ്പോൾ 2πr × 75 / 360 ഈക്വൽ ടു ആർക്ക് ലെങ്ത് എത്രയാണ്? 12 ആണ് നമുക്ക് കിട്ടി. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ് ഈ 6 എത്ര ആക്കി? 6 1.5 മടങ്ങ് ഇൻക്രീസ് ചെയ്തു, കൂട്ടി. അതായത് 1.5 ടൈംസ് 1.5 ടൈംസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ 6ന് പകരം ഇവിടെ 6 എന്തായി? നെക്സ്റ്റ് കേസിൽ ഇവിടെ ഇവിടുത്തെ r ഈക്വൽ ടു 1.5 ആയത്. അപ്പോൾ 1.5 ആകുമ്പോൾ നമ്മുടെ ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക? 2πr പകരം എന്ത് എഴുതണം? ഇവിടെ ഇൻറ്റു ഉള്ളതാണ് ബ്രാക്കറ്റ്, ഇൻറ്റു 1.5 ഇൻറ്റു 75 / 360 ഈക്വൽ ടു. ഇനി നോക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയത് 2π ഇൻറ്റു 1.5 r ഇൻറ്റു 75 / 360. ഇനി ഈ 1.5ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഇയാൾ പുതിയത് വന്നല്ല, ഇയാൾ ഇങ്ങോട്ട് വെച്ചു. 1.5 ഇവിടെ വെച്ചു. നീ ഇവിടെ ഇരിക്കുക പറഞ്ഞു. ബാക്കി ഇവിടെ എന്തുണ്ട്? 2π ഉണ്ട്. ആ 2π അതുപോലെ എഴുതി. ഇൻറ്റു 75 അതുപോലെ ഉണ്ട്. 75 അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ 360. 1.5ന്റെ കൂടെ ഒരു 6 ഉണ്ട്, അതൊന്നും ഇവിടെ ഉണ്ട് കേട്ടോ. 1.5ന് മാത്രമാണ് ഇവിടെ വെച്ചത്. ഈ 6ന് നിങ്ങൾ മറക്കല്ലേ, 6 എന്താണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ 1.5 ഇൻറ്റു 2πr ഇൻറ്റു 75 / 360 വന്നു. ഇനി ഇത്രയും കാര്യം ഒന്ന് നോക്കുക. ഇത്രയും കാര്യം എവിടെയും കണ്ടിട്ടുണ്ടോ? യെസ്, ഇതല്ലേ ഇത് 2πr ഇൻറ്റു 75 / 360. അപ്പോൾ ഇത്ര കിട്ടിയത് 12 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 1.5 ഇൻറ്റു 12 എഴുതി. ഇനി 1.5 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യാം? 15 ഇൻറ്റു 12, 2 ഇൻറ്റു 5 10, 1 ഇൻറ്റു അപ്പോൾ എത്ര കിട്ടി? 180 കിട്ടി. അപ്പോൾ നമുക്ക് 1.5 ആണ്. അപ്പോൾ ആൻസറിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആൻസറിലും പോയിന്റിന് ശേഷം ഒരു നമ്പർ വേണം. അപ്പോൾ ഇവിടെ ഇട്ടു 18.0 എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 0 മാത്രം വന്നാൽ ആ 0ക്ക് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? 18. നമ്മൾ എന്താ കണ്ടിരിക്കുന്നത്? ആർക്ക് ലെങ്ത്താണ്. അപ്പോൾ ആർക്കിന്റെ ഇത് സെന്റിമീറ്റർ ആണ് യൂണിറ്റ്. അപ്പോൾ 18 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്ന് മനസ്സിലായല്ലോ.